119 സങ്കീർത്തനം 153 വാക്യമാണ് ഇന്ന് നമ്മൾ വായിക്കുവാൻ പോകുന്നത്. എൻ്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ, ഞാൻ അങ്ങയുടെ ന്യായപ്രമാണം മറക്കുന്നില്ല. ഇംഗ്ലീഷിൽ സഫറിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലുക്ക് അറ്റ് ഹൗ ഐ ആം സഫറിങ്. സേവ് മീ ബിക്കോസ് I have not forgotten to obey your law. ഈ സഹനമെന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. തിരഞ്ഞെടുക്കുന്നതല്ല സഹനങ്ങൾ. എന്നാൽ അങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല. ചില മതങ്ങളിൽ സഹനം ഒരു ഉപദേശമാണ്, ഒരു വ്രതമാണ്, ഒരു നിഷ്ഠയാണ്. അവർ നിർബന്ധപൂർവം സഹനത്തിന് വേണ്ടി ആളുകളെ ഉത്സാഹിപ്പിക്കുന്നു. ചില സന്യാസ വ്രതമുള്ള പുരോഹിത വൃന്ദങ്ങളും സന്യാസിനികളും ഭക്ഷണം വളരെ കുറയ്ക്കുന്നു, വസ്ത്രം വളരെ സിമ്പിളാക്കുന്നു. ചില വിഭാഗങ്ങളിൽ ശരീരത്തെ മുറിവേൽപ്പിക്കുന്നു. അടിമത്വം പോലെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു വാങ്ങുന്നു. ഇത് സഹനത്തിൻ്റെ ഒരു മതമായി തന്നെ മാറുന്നുണ്ട്. എന്നാൽ ജനറൽ പൊതുവായി പറഞ്ഞാൽ മനുഷ്യ സമൂഹം സഹനം ഒഴിവാകാൻ ആഗ്രഹിക്കുന്നു. ഒരർത്ഥത്തിൽ ദൈവത്തെ വിളിക്കുന്നത് പോലും ഈ സഹനങ്ങളിൽ നിന്നുള്ള ഒരു മോചനത്തിന് വേണ്ടിയാണ്. എന്നാൽ അനുഭവമുള്ളവരോട് ചോദിച്ചു നോക്കൂ, ഏതെങ്കിലും ഒരു സഹനമില്ലാതെ ആരും ഇവിടെ ജീവിക്കുന്നില്ല. സമ്പന്നരുടെ വീടും കാറും വസ്ത്രവും കാണുമ്പോൾ അവർ ഒന്നും സഹിക്കുന്നില്ല, സുഖിക്കുകയാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ അവരോട് അടുത്തിടപെടുകയോ അവരുടെ കൂടെ നാം പാർക്കുകയോ ചെയ്യുമ്പോൾ അവരും സഹിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ ദാവീദ് എന്ന ദൈവഭക്തൻ പറയുന്നു, ഞാൻ ഒത്തിരി സഹിച്ചു. എൻ്റെ സഹനം ഒന്ന് കാണണേ എൻ്റെ ദൈവമേ. ലുക്ക് അറ്റ് ഹൗ ഐ ആം സഫറിങ്. പക്ഷെ ഞാനൊരു കാര്യം ഉറപ്പ് പറയുന്നു, ഞാൻ സഹിക്കുന്നുണ്ടെങ്കിലും വചനം ഞാൻ മറക്കത്തില്ല. ഇന്നത്തെ ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ള ദൂത് ഇതാണ്: സഹനത്തിൻ്റെ നടുവിൽ വചനത്തെ മറക്കാതിരിക്കുക. അത് മൾട്ടിപർപ്പസാണ്. എന്താണെന്നറിയാമോ? ഈ സഹനത്തിൻ്റെ പിന്നിലെ ദൈവ ഉദ്ദേശം ഈ വചനത്തിൽ എവിടെയോ ഉണ്ട്. ഈ വചനം നീ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഈ സഹനത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും ഉദ്ദേശവും ഭാവിയും ഈ വചനം നിന്നെ ഓർപ്പിച്ചിട്ട് നിന്റെ അകക്കണ്ണുകൾക്ക് വെളിച്ചം തരും. അങ്ങനെ വെളിച്ചം തരുമ്പോൾ ഈ സഹനത്തിൽ നിനക്ക് സഹതാപമില്ലാതെ വരും. അഥവാ പരാതിയോ എന്താ പറയുക, ചിലരോട് വെറുപ്പോ ദൈവത്തോട് പിറുപിറുപ്പോ ഒന്നും ഉണ്ടാകുകയില്ല. സഹനം അത് നല്ലതാണെന്ന് നാം നാളെ ഏറ്റുപറയാനിടവരും. ഇവിടെ ഇതാ ഈ മനുഷ്യൻ ദൈവത്തോട് പറയുന്നു, ദൈവമേ, എൻ്റെ സഹനങ്ങളെ നോക്കണമേ, എന്നിട്ടും ഞാൻ നിന്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല. എന്നോട് ചേർന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, എനിക്കൊത്തിരി സഹനങ്ങളുണ്ട്. എനിക്കൊത്തിരി സഹനങ്ങളുണ്ടെങ്കിലും അവിടുത്തെ വചനങ്ങളെ ഞാൻ മറക്കുന്നില്ല. തിരുവെഴുത്ത് ആദിയോടന്തം പരിശോധിച്ചാൽ, ഭക്തന്മാരുടെ ജീവചരിത്രം ഒന്ന് ഓടിച്ചു നോക്കിയാൽ
അവരുടെയൊക്കെ സഹനവേളയിൽ വചനമായിരുന്നു അവരുടെ ആശ്വാസം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.